ബോബി ചെമ്മണ്ണൂരിനെ 14 ദിവസത്തേക്കാണ് ഇന്ന് മാജിസ്ട്രേറ്റ് കോടതി റിമാൻഡ് ചെയ്തത്. അദ്ദേഹത്തെ ആരോഗ്യ പ്രശ്നങ്ങളുള്ളതുകൊണ്ട് രക്തസമ്മർദ്ദം ഉയർന്നതിനെ തുടർന്ന് ജനറൽ ആശുപത്രിയിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. പരിശോധനകൾ പൂർത്തിയായിട്ടുണ്ട് എന്ന വിവരമാണ് നമുക്ക് അല്പസമയം മുൻപ് YS അഭിനന്ദ് ജനറൽ ആശുപത്രിയിൽ നിന്ന് നൽകിയത്. അദ്ദേഹത്തിൻ്റെ രോഗാവസ്ഥ എന്ത് എന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തിയാകും തുടർ നീക്കങ്ങൾ നടക്കുക. അദ്ദേഹത്തെ ആശുപത്രിയിൽ നിർത്തേണ്ടതുണ്ട്, അവിടെ കിടത്തേണ്ടതുണ്ട് എന്നുണ്ടെങ്കിൽ അതാകും. അതല്ല എന്നുണ്ടെങ്കിൽ കാക്കനാട് ജയിലിലേക്ക് ബോബി ചെമ്മണ്ണൂരിനെ മാറ്റും എന്നുള്ളതാണ്. ഗുരുതരമായ പരാമർശങ്ങൾ കോടതി നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ദ്വയാർത്ഥ പ്രയോഗം എന്നുള്ളത് അത് ദുരുദ്ദേശത്തോടെ നടത്തിയതാണ് എന്ന് കോടതി പറയുന്നു. പ്രഥമ ദൃഷ്ട്യാ തന്നെ കേസ് നിലനിൽക്കുമെന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. കൂടാതെ അവരുടെ ശരീരത്തിൽ സ്പർശിച്ചതും അവരെ കറക്കിയതും കയ്യിൽ പിടിച്ച് കറക്കിയതുമെല്ലാം അതെല്ലാം ദുരുദ്ദേശത്തോടെയാണ് എന്നത് കോടതി വ്യക്തമാക്കുന്നുണ്ട്. അഭിനന്ദ് തുടരുന്നുണ്ട്. അഭിനന്ദ്, എന്താണിനി അദ്ദേഹത്തെ അവിടെ നിന്ന് ജയിലിലേക്ക് കൊണ്ടുപോകാനുള്ള സാധ്യതയുണ്ടോ? വിശദാംശങ്ങൾ അറിഞ്ഞോ? അനുജ, ഇനി ജയിലിലേക്കാണോ മറ്റൊരു ആശുപത്രിയിലേക്ക് വിദഗ്ധ പരിശോധനയ്ക്കാണോ കൊണ്ടുപോകുന്നതെന്നുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിന് മുന്നിലുള്ളത്. എന്തായാലും അതിനകത്തൊരു വ്യക്തത ഇപ്പോഴും വന്നിട്ടില്ല. അല്പസമയത്തിനകം തന്നെ ബോബി ചെമ്മണ്ണൂരിനെ എറണാകുളം ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റുമെന്നാണ് ലഭിക്കുന്ന വിവരം. അദ്ദേഹത്തിന് നേരത്തെ ഒരു രക്താതിസമ്മർദ്ദം ഉണ്ടാകുന്നു. ആ രക്താതിസമ്മർദ്ദത്തിൽ കൂടുതൽ പരിശോധനകൾക്ക് വിധേയമാക്കേണ്ടതുണ്ടോ എന്നുള്ള ഡോക്ടർമാരുടെ അഭിപ്രായമാണ് ഇപ്പോൾ പോലീസ് ആരാഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം ആ ഡോക്ടർമാർ കൃത്യമായ ഒരു അഭിപ്രായം നൽകിയതിനു ശേഷമായിരിക്കും കാക്കനാട്ടെ എറണാകുളം ജില്ലാ ജയിലിലേക്ക് മാറ്റണമോ അതോ വിദഗ്ധ പരിശോധനയ്ക്കായി കൊച്ചിയിലെ തന്നെ മറ്റ് സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റണമോ എന്നതിൻ്റെ വ്യക്തമായ ഉത്തരം ലഭിക്കുകയുള്ളൂ. അതിനായി ഇപ്പോൾ പോലീസ് കാത്തു നിൽക്കുകയാണ്. അവിടെ മാധ്യമങ്ങളുണ്ടായിരുന്നു. മാധ്യമങ്ങളോട് ഇപ്പോൾ തൽക്കാലം ഒന്ന് മാറി നിൽക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ബോബി ചെമ്മണ്ണൂരിനെ അത്യാഹിത വിഭാഗത്തിൽ നിന്ന് വീൽ ചെയറിലാണ് സമീപത്തെ കണ്ടാമിനേഷൻ റൂമിലേക്ക് ഇപ്പോൾ മാറ്റിയിരിക്കുന്നത്. ഇപ്പോൾ ഡീകണ്ടാമിനേഷൻ റൂമിലാണ് നിലവിൽ ബോബി ചെമ്മണ്ണൂർ ഉള്ളത്. വ്യക്തത അല്പസമയത്തിനകം തന്നെ ലഭ്യമാക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ബോബി ചെമ്മണ്ണൂരിനെ അല്പസമയത്തിനകം തന്നെ പുറത്തേക്ക് ഇറക്കും. അദ്ദേഹത്തിന്റെ ബന്ധുക്കൾ ഇപ്പോൾ മറ്റ് പരിശോധനകൾക്ക് വിധേയമാക്കണമെന്നുള്ള ആവശ്യം ഡോക്ടർമാരെ അറിയിച്ചിട്ടുണ്ട്. ആ ഡോക്ടർമാർ കൃത്യമായി നൽകുന്ന ഒരു നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും കൊച്ചിയിലെ മറ്റ് ആശുപത്രിയിലേക്ക് മാറ്റണമോ അല്ലെങ്കിൽ ജില്ലാ ജയിലിലേക്ക് 14 ദിവസത്തെ റിമാൻഡിന്റെ ഭാഗമായി ഇന്ന് തന്നെ പ്രവേശിക്കണമോ എന്നുള്ള കാര്യത്തിൽ വ്യക്തത വരികയുള്ളൂ. എന്തായാലും പോലീസും ഡോക്ടർമാരും തമ്മിലുള്ള ആശയവിനിമയം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. വീൽ ചെയറിലാണ് നിലവിൽ ആദ്യം ഇവിടെ ആശുപത്രി പടിക്കലെത്തി അകത്തേക്ക് കയറിപ്പോകുമ്പോൾ അദ്ദേഹത്തിന് വീൽ ചെയർ സൗകര്യം ആവശ്യം ഉണ്ടായിരുന്നില്ല. പിന്നീട് അദ്ദേഹത്തിന് രക്താതിസമ്മർദ്ദം ചെറിയ തോതിൽ വർദ്ധിച്ചു എന്നുള്ള ഒരു വിവരം കൂടി ലഭ്യമാകുന്നുണ്ട്. അതിനുശേഷമാണ് അദ്ദേഹത്തിന് ഇപ്പോൾ സമീപത്ത് തന്നെ അത്യാഹിത വിഭാഗത്തിന് തൊട്ടടുത്തുള്ള ഡീകണ്ടാമിനേഷൻ റൂമിലേക്ക് മാറ്റിയിരിക്കുന്നത്. അവിടെ ഇപ്പോൾ ഡോക്ടർമാർ വിശദമായ പരിശോധനകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആശുപത്രി നമുക്കറിയാം, ചീഫ് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ വിധി വന്നതിന് പിന്നാലെയാണ് ബോബി ചെമ്മണ്ണൂരിന് ദേഹാസ്വസ്ഥ്യം അനുഭവപ്പെട്ടത്. ദേഹാസ്വസ്ഥ്യം അനുഭവപ്പെട്ടതിനെ തുടർന്നാണ് വിശദമായ പരിശോധനയ്ക്ക് വേണ്ടിയിട്ട് എറണാകുളം ജനറൽ ആശുപത്രിയിലെ അത്യാഹിത വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചത്. 30 മിനിറ്റത്തെ അത്യാഹിത വിഭാഗത്തിലെ പരിശോധനകൾക്കൊപ്പം തന്നെ ഡോക്ടർമാർ മറ്റുള്ളവരെത്തി കൃത്യമായ ഒരു പരിശോധനയ്ക്ക് ശേഷമാണ് പിന്നീട് സമീപത്തെ തന്നെ മുറിയിലേക്ക് മാറ്റി. അതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ എന്തായാലും ബോബി ചെമ്മണ്ണൂർ പുറത്തേക്ക് കൊണ്ടുവരുന്നു. ബോബി ചെമ്മണ്ണൂരിനെ പുറത്തേക്ക് കൊണ്ടുവരികയാണ്. പക്ഷേ എന്താണെന്നുള്ള കൃത്യമായി പറയുന്നില്ല. കൃത്യമായൊരു വിവരം നമ്മളോട് പോലീസും കൈമാറിയിട്ടില്ല. കൂടുതൽ ബോച്ചയുടെ ആരാധകർ ഇവിടെ വലിയ രീതിയിൽ തന്നെ തടിച്ചുകൂടുകയാണ്. ബോച്ചയ്ക്ക് ജയ് എന്നുള്ള വിളികളും പുറത്തേക്ക് വരുന്നു. ബോബി ചെമ്മണ്ണൂരിന് ഒന്നും സംഭവിച്ചിട്ടില്ല, തന്നെ ആരൊക്കെ കുടുക്കാൻ ശ്രമിക്കുകയാണെന്നുള്ള വലിയ ഒരു ആരാധകരുടെ ഒരു പ്രതിഷേധ സ്വരം ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്നു. അങ്ങനെ ആ ബോബി ചെമ്മണ്ണൂരിന്റെ പോലീസ് ജീപ്പിലാണ് ഇപ്പോൾ കടന്നുകൊണ്ടിരിക്കുന്നത്. എറണാകുളം ജനറൽ ആശുപത്രിയുടെ തൊട്ടുമുന്നിൽ ആരാധകരുടെ ഒരു വലിയ കൂട്ടം ഇപ്പോൾ ഇവിടേക്ക് എത്തുന്നു. മാധ്യമങ്ങളോട് മാറിപ്പോകാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെടുന്നുണ്ട്. എന്തായാലും വ്യക്തമായ ഒരു ഉത്തരം ഇപ്പോൾ ലഭ്യമായിട്ടില്ല. കാക്കനാട് ജില്ലാ ജയിലിലേക്കാണോ അതോ വിദഗ്ധ പരിശോധനയ്ക്ക് ശേഷം മറ്റൊരിടത്തേക്കാണോ മാറ്റുന്നത്? അതിന് അല്പസമയത്തിനകം തന്നെ വ്യക്തമായ വിവരം നമുക്ക് ലഭിക്കാൻ സാധിക്കുന്നു. ഈ പോലീസ് വാഹനത്തിന് തൊട്ട് എറണാകുളം ജനറൽ ആശുപത്രിയിലെ വൈദ്യപരിശോധനയ്ക്ക് ശേഷം ഇവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ആരാധകർ വലിയ രീതിയിൽ തന്നെ തടിച്ചുകൂടുന്നു. പോലീസിനെ അടക്കം വെല്ലുവിളിക്കുന്നു, മാറി നിൽക്കുക എന്ന് ആവശ്യപ്പെട്ടു. അങ്ങനെ മാധ്യമങ്ങളോടക്കം തട്ടിക്കയറുന്ന സാഹചര്യമൊക്കെ ആരാധകരുടെ ഭാഗത്തും ഉണ്ടാകുന്നു. എന്തായാലും ജനറൽ ആശുപത്രിയിൽ നിന്ന് ഇപ്പോൾ ബോബി ചെമ്മണ്ണൂരിനെ മാറ്റിയിരിക്കുകയാണ്. അദ്ദേഹത്തിനെ കാക്കനാട്ടെ എറണാകുളം ജില്ലാ ജയിലിലേക്കാണോ മാറ്റുന്നത് അതോ കൊച്ചിയിലെ ഏതെങ്കിലും തരത്തിലുള്ള വിദഗ്ധമായ പരിശോധനകൾക്ക് വേണ്ടിയിട്ടാണോ മാറ്റുന്നത് എന്നുള്ള വ്യക്തമായ വിവരം അല്പസമയത്തിനകം തന്നെ ലഭ്യമാക്കാൻ സാധിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ ജനറൽ ആശുപത്രിയിൽ നിന്ന് ബോബി ചെമ്മണ്ണൂരിനെ പോലീസ് വണ്ടിയിലേക്ക് പോകുന്ന ദൃശ്യങ്ങളാണ് നിലവിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തായാലും നമുക്കും ഇതിനുണ്ട്.
ജനറൽ ആശുപത്രിയിൽ നിന്ന് ബോബി ചെമ്മണ്ണൂരിനെ കൊണ്ടുപോയിരിക്കുന്നു. അദ്ദേഹത്തെ എങ്ങോട്ടേക്കാണ് കൊണ്ടുപോയത് എന്നത് ഈ ഘട്ടത്തിൽ നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടില്ല. ഒരുപക്ഷെ മറ്റ് ആശുപത്രിയിലേക്ക് വിദഗ്ധ പരിശോധനയ്ക്കാണോ അതോ ജയിലിലേക്ക് കൊണ്ടുപോവുകയാണോ എന്നുള്ളതിൽ ഒരല്പ നിമിഷങ്ങൾക്കകം നമുക്ക് വ്യക്തത കൈവരും. രക്തസമ്മർദ്ദം ഉയർന്നതിനെ തുടർന്നാണ് അദ്ദേഹത്തെ ജനറൽ ആശുപത്രിയിൽ എത്തിച്ചത്. അവിടെ പരിശോധനകൾ പൂർത്തിയാക്കിയതിനു ശേഷമാണ് അവിടെ നിന്ന് പോലീസ് കൊണ്ടുപോയിട്ടുള്ളത്. ഗുരുതരമായ പരാമർശങ്ങൾ കോടതി ഉത്തരവിലുണ്ട്. അദ്ദേഹത്തിന്റെ കൃത്യമായി തന്നെ ദുരുദ്ദേശ്യം ബോധ്യപ്പെടും, അത് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് എന്നത് പ്രഥമ ദൃഷ്ടിയായി കേസ് നിലനിൽക്കുമെന്ന് കോടതി പറഞ്ഞുകൊണ്ടാണ് ജാമ്യം നൽകിയാൽ അത് തെളിവ് നശിപ്പിക്കാനും സാക്ഷികളെ സ്വാധീനിക്കാനും സാധ്യതയുണ്ട് എന്ന പ്രോസിക്യൂഷൻ വാദത്തെയൊക്കെ പൂർണ്ണമായി അംഗീകരിച്ചുകൊണ്ട് കോടതിയുടെ തീരുമാനം വന്നത്. അദ്ദേഹത്തിന് ജാമ്യമില്ല എന്നുള്ള കോടതിയുടെ തീരുമാനം 14 ദിവസത്തേക്ക് റിമാൻഡിൽ എന്നത് ഇനി അദ്ദേഹത്തെ ജയിലിലേക്കാണോ കൊണ്ടുപോകുന്നത് അതോ വിദഗ്ധ പരിശോധനയ്ക്കായി മറ്റേതെങ്കിലും ആശുപത്രിയിലേക്കാണോ എന്നുള്ളതിലാണ് വ്യക്തത കൈവരേണ്ടത്. ജനറൽ ആശുപത്രിയിലെ പരിശോധന എന്തായാലും പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. നേരത്തെ അദ്ദേഹം കോടതി ചോദിക്കുമ്പോൾ പറഞ്ഞത് പരിക്കില്ല, വീണും കാലിനും നട്ടെല്ലിനും പരുക്കുണ്ട് എന്നാണ്. ആരാധകരുടെ പ്രതിഷേധമാണ് ഇപ്പോൾ കാണുന്നത്. അദ്ദേഹത്തിന് ബോധമില്ല, അങ്ങനെ ഒരാളെ കൊണ്ടുപോകാൻ സമ്മതിക്കില്ല എന്നൊക്കെയാണ് പറയുന്നത്. ആരാധകരുടെ പ്രതിഷേധം നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട് എന്നുള്ളതാണ്. അദ്ദേഹത്തെ ഇപ്പോൾ ജയിലിലേക്ക് കൊണ്ടുപോവുകയാണെങ്കിലും എങ്ങോട്ട് കൊണ്ടുപോവുകയാണെങ്കിലും അത് സമ്മതിക്കില്ല.